അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആമുഖമായി ഞാൻ പറയട്ടെ, നമ്മുടെ ഈ വീഡിയോ ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്ന ഒന്നല്ല. കാരണം ജിന്ന് കുടത്തിൽ നിന്ന് പുറത്തു ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ, പുതുതായി പഴയതും പുതിയതുമായി പല വിഷയങ്ങളിലും വഹാബിസത്തിന്റെ യഥാർത്ഥ മുഖവും ഇപ്പോൾ വീണ്ടും അവരുടെ മുഖംമൂടികൾ മുഴുവനും അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനു മാത്രം പോകുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമാർജനം ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം രൂപപ്പെട്ടത്, ഇസ്ലാഹി പണ്ഡിതന്മാർ പ്രയത്നിച്ചത് എന്ന് നാഴികക്ക് 40 വട്ടം ആണയിട്ട് ആവർത്തിച്ച് പറയുന്ന ആളുകളാണ് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും സാധാരണക്കാരും. നമ്മൾ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരോട്, സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരും വലിയ വീറോടെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായും ആചാരങ്ങളെ അനാചാരങ്ങളാക്കിയും ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രബോധനം നടത്തിയിരുന്നതും പ്രചരണം നടത്തിയിരുന്നതും. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കാനാണെങ്കിൽ മറ്റൊരു സംഘടനയുടെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് എതിർക്കാവുന്നതാണ്. പക്ഷേ കേരളത്തിലെ സുന്നികൾ പ്രാവർത്തികമാക്കി ചെയ്തു പോരുന്ന മുൻഗാമികളിൽ നിന്ന് കൈമാറി വന്ന പല ആചാരങ്ങളെയും അവർ അനാചാരങ്ങളായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അന്ധവിശ്വാസങ്ങളായിട്ട് വിശ്വാസങ്ങളെ അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ അതിന് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പോരാടുന്നവർ എന്ന് സ്വയം അവർ തന്നെ ഒരു പേര് ചാർത്തി അവകാശവാദം ഉന്നയിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. എന്നാൽ ഇവർക്ക് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് മാതൃകകളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മുൻഗാമികളിൽ നിന്ന് കൈമാറി വരുന്ന ഒരു സരണിയാണ്, ഒരു വഴിയാണ്, ഒരു താവഴിയാണ്, ഒരു പാരമ്പര്യമാണ്. അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? അവര് സ്വയം പടുജാഹിലീങ്ങളായ, അറബി മര്യാദക്ക് വായിക്കാൻ പോലും അറിയാത്ത മൗലവിമാര് താടിയും നീട്ടി വന്നിട്ട് അവർ സ്വയം ഗവേഷണം നടത്തുകയാണ്. അങ്ങനെ പഴയ കാലത്ത് പൊട്ടൻ ആനയെ തൊട്ട പോലെ എന്ന് പറയാറുണ്ട്. ആ അവസ്ഥയിലാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം ജിന്നിനെ തൊട്ടപ്പോൾ സംഭവിച്ചത്. ഇതിനൊരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ മൗലവിമാര് ജിന്ന് ഗവേഷണത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നത് കൃത്യമായി അതിന് ചില വഴികളും അതിന് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കേരളത്തിലെ മൗലവിമാര് ജിന്നിനെ തൊട്ടപ്പോൾ പൊട്ടൻ ആനയെ തൊട്ട പോലെയായി. കിട്ടിയവരൊക്കെ കിട്ടിയതും കൊണ്ട് അത് ഇന്നതാണ് മറ്റതാണെന്നാണ് പ്രഖ്യാപനം നടത്തി പല രൂപത്തിലും പല വ്യാഖ്യാനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളെ പോലെ തന്നെ പല ത്വായിഫത്തായി മാറിയതും. അതാണെങ്കിൽ ഫുറൂഇയായ വിഷയങ്ങളിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, തൗഹീദും ശിർക്കും തമ്മിലുള്ള ഫൈറ്റാ നടക്കുന്നത്. ഓരോ ഗ്രൂപ്പും മറുഗ്രൂപ്പ് ഇസ്ലാമിന്റെ പുറത്താണ് എന്നാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിർക്കിലാണവർ എന്നാണ് അവകാശവാദം. ഇതാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത്. സാധാരണക്കാര് പലരും ഇവരുടെ മധുരമേറിയ മലയാള വർത്തമാനങ്ങളിലും പ്രസംഗങ്ങളിലും ഇവരുടെ വാചാഢോപങ്ങളിലും അകപ്പെട്ടുകൊണ്ട് ഇതാണ് യഥാർത്ഥം എന്ന് തെറ്റിദ്ധരിച്ച് വിവരമില്ലാത്തതിന്റെ പേരിൽ പലരും അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ് സുഹൃത്തുക്കളെ ജിന്ന് കുടത്തുനിന്ന് പുറത്തു ചാടിയപ്പോൾ ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ആണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആചാരങ്ങളെ അനാചാരങ്ങളാക്കുന്നതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ മുൻഗാമികളായ ഇമാമിങ്ങളുടെയൊക്കെ വഴിയിലൂടെ കൈമാറി വന്ന ഇസ്ലാമിലെ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ടും അതേപോലെ ചില മഹാന്മാരായ സൂഫിയാക്കളുടെ ഇജാസിയത്ത് പ്രകാരം, അവരുടെ അനുമതി പ്രകാരം ചില ദിക്റുകൾ കൊണ്ടും അതുപോലെ മറ്റു പല രീതിയിലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട മുൻ മാതൃകകളുള്ള രീതിയിൽ നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ചില ചികിത്സാ സംവിധാനങ്ങളും രീതികളുമുണ്ട്. അത് പഠിച്ച ആളുകൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. തട്ടിപ്പിന്റെ ആളുകൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് ഡോക്ടർമാരെ മേഖലയിലും വ്യാജ ഡോക്ടർമാരെ എത്രയാ പല വർഷങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷം എനിക്ക് ഓർമ്മയുണ്ട്, 300 ചില്ലാനം വ്യാജ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു പത്രവാർത്ത വായിച്ചത്. അതിന്റെ അർത്ഥം ചികിത്സാ സംവിധാനം, അലോപ്പതി ചികിത്സ തന്നെ വ്യാജാണ്, അങ്ങനെ ഒരു ചികിത്സ അല്ല എന്നല്ലല്ലോ.
വ്യാജന്മാരുണ്ടെങ്കിൽ വ്യാജന്മാരെ പിടികൂടണം, അതാ ചെയ്യേണ്ടത്. എന്നിട്ട് അത് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. അതിലാണെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടണ്ടാവും. പക്ഷെ ഇത് ആ സംവിധാനത്തെ തന്നെ നിഷേധിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും കണ്ണേറില്ല, സിഹറില്ല, ശൈത്താനിയായ ഉപദ്രവങ്ങൾ ഉണ്ടാവൂല എന്നൊക്കെ ജക്കരിയ സ്വലാഹൊക്കെ നിങ്ങൾ എനിക്ക് സിഹറ് ചെയ്യ്, എനിക്ക് സിഹറ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിൽ സിഹറ്, കണ്ണേറ് തുടങ്ങിയ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെ മുഴുവനും പാടെ നിഷേധിച്ചുകൊണ്ട് നടന്നിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഒരു സുപ്രഭാതത്തിൽ ജിന്നുകളുമായി കെട്ടിമറിയുകയാണ്. എന്ന് മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങളോടൊക്കെ ഇവര് പ്രമാണത്തിന്റെ കൂടെയാണ്. നമ്മൾക്ക് ഖുറാഫാത്തില്ല, അന്ധവിശ്വാസങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോഴും ഈ പ്രഭാഷണം നടത്തുന്ന മൗലവിമാരുടെ വീടുകളിൽ അവിടെ തകിട് കൊണ്ടും ഏലസ് കൊണ്ടും പ്ലേറ്റ് എഴുതിയിട്ടും പിഞ്ഞാണം എഴുതിയിട്ടും മന്ത്രിച്ചൂതിയിട്ടും ജിന്നിനെ കരിക്കലും കത്തിക്കലും അവിടെയൊക്കെ ആകെ പുക പടലങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. മൗലവി അങ്ങാടിയിൽ പ്രസംഗിച്ച് നേരെ പോകുന്നത് തേങ്ങുടക്കാനാണ്. മൗലവി അങ്ങാടിയിൽ പ്രസംഗിച്ച് നേരെ പോകുന്നത് വീട് ഏലസും കയ്യിൽ പിടിച്ച് വീട് വലയം ചുറ്റാനാണ്. ഈ രീതിയിൽ അതിനുവേണ്ടി മൗലവിമാർ ചികിത്സക്ക് വേണ്ടി മാത്രം റാക്കിമാരുടെ സംഘം ഉണ്ടാക്കി എന്നാ പറയണത്. റാക്കി എന്ന് മൗലവി പറയും. റാക്കി എന്ന് പറഞ്ഞാൽ മന്ത്രവാദി എന്നർത്ഥം. മന്ത്രവാദികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം സ്റ്റഡി കൊടുക്കുകയും വാട്സപ്പ് ഗ്രൂപ്പുകൾ റാക്കിമാർക്ക്, അതായത് മന്ത്രവാദികൾക്ക് വേണ്ടി മാത്രം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും റാക്കിമാർ മാത്രമല്ല റാക്കിച്ചികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മന്ത്രവാദിനികളും ആ ബീവിമാര് വഹാബി മന്ത്രവാദിനികൾ റാക്കിച്ചീന മൂപ്പര ഭാഷ. അപ്പോ ആ രീതിയിൽ ആണും പെണ്ണും തലങ്ങും ബലങ്ങും ഓടി നടന്ന് മന്ത്രിക്കായിരുന്നു. മന്ത്രിക്കല് മാത്രല്ല, മന്ത്രിച്ചു കഴിഞ്ഞു പോയാൽ വണ്ടിക്കുള്ള കാശ് കൊടുക്കണം, മന്ത്രിച്ചീനും ചികിത്സിച്ചതിനുമുള്ള പൈസ കൊടുക്കണം, അത് എണ്ണി പറഞ്ഞാണ് വാങ്ങും. ഇതൊക്കെ കേരളത്തിൽ തകൃതിയായി നടക്കുകയായിരുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ ചെയ്തതല്ലേ ആണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ അനവധി റുഖിയ നടത്തുന്ന ആൾക്കാർ ഇസ്ലാമിക് മിഷനിൽ ഇന്നുമുണ്ട്, പുറത്തു പോയവരുണ്ട്. എന്നെ പോലെ അനവധി റുഖിയ നടത്തുന്ന ആളുകൾ ഇന്നുണ്ട്, പുറത്തു പോയവരുണ്ട്. ഒന്നും രണ്ടുമല്ല, റുഖിയ നടത്തുന്നവരെന്നാണ് മന്ത്രവാദം നടത്തുന്നവര്. പക്ഷെ അവർക്കെല്ലാം ഊടും പാവം നൽകി അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ച് ഇസ്തിംബാത്തും തജ്രിബയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഗവേഷണവും ഒക്കെ നടത്താനുള്ള ഗൈഡൻസും ക്ലാസുകൾ എടുത്തുന്നതാണ് ഈ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതന്മാരും സംഘടന നേതാക്കളും. വിസ്ഡം അതായത് നമ്മളെ ഫൈസൽ മൗലവിയും ടീമും, ഫൈസൽ മൗലവി, മുജാഹിദ് ബാലുശ്ശേരി, ഹുസൈൻ സലഫി തുടങ്ങി തട്ടമിട്ടവരും തൊപ്പിയിട്ടവരും ഒന്നും ഇടാത്തവരുമായ എല്ലാ മൗലവിമാരും കൂടിയിരുന്നിട്ടാണ് ഇവർക്ക് ഈ ചികിത്സയും മന്ത്രവാദം പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഇത് തികച്ചും പൈശാചികമായ പലതും അതിലുണ്ട്, ഹറാമും ശിർക്കുമായ മന്ത്രവാദം വരെ അതിലുണ്ട്. ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മാത്രല്ല, പൈശാചികമായ ചികിത്സയിലും അതിലുണ്ട്. ഇവരൊക്കെ പേടിക്കട, ഇതൊക്കെ സാഹിര്യങ്ങളാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. സിഹറേ പൈശാചികമായ രീതി എന്ന് പറഞ്ഞതല്ലേ, ശൈത്താനെ സേവിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അതാണ് സിഹർ. സാഹിര്യങ്ങളടക്കം ആ കൂട്ടത്തിൽ അതിനുവേണ്ടി പ്രത്യേക സ്റ്റഡി കൊടുക്കണം. ആരാ സ്റ്റഡി കൊടുക്കണത്? ഫൈസൽ മൗലവിയൊക്കെ. അപ്പൊ ഇവരാരാ? അപ്പൊ ഇവര് ഏറ്റവും വലിയ സാഹിര്യങ്ങളായി മാറണ്ടേ? മറ്റൊരാൾക്ക് സ്റ്റഡി കൊടുക്കണമെങ്കിൽ അവരതിൽ അധികം മഹാറത്തുള്ള ആളുകളാവണ്ടേ? ഇതെല്ലാം നമുക്ക് രഹസ്യമായും പരസ്യമായും പറഞ്ഞു പഠിപ്പിച്ചു തന്നത് മാത്രമല്ല, ഇവരുടെ ജില്ല, സ്റ്റേറ്റ്, മണ്ഡലം നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വീട്ടിലേക്ക് എന്നെയും അതുപോലെയുള്ള റുഖിയ നടത്തുന്ന സ്ത്രീകളെയും അല്ലാത്തവരും എങ്ങനെ എന്നെയും റുഖിയ നടത്തുന്ന സ്ത്രീകളെ, റാക്കിച്ചിമാർ, മന്ത്രവാദിനികൾ, വഹാബിച്ചി മന്ത്രവാദിനികൾ, അവരെയും ഇവരുടെ ജില്ലാ നേതാക്കള്, സംസ്ഥാന നേതാക്കള്, ഇവരുടെ വലിയ വലിയ മൗലവിമാരുടെ ഒക്കെ വീടുകളിൽ ചികിത്സക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയിരുന്നു എന്നാണ് ഈ മൗലവി പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അതാ ഞാൻ പറഞ്ഞത്, ജിന്ന് കുടം തുറന്ന് പുറത്ത് ചാടിയിരിക്കുന്നു. ഇനി വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് പുറത്ത് ഇദ്ദേഹം പറയുന്നത്. കൊണ്ടുപോയി ഇവരുടെ പള്ളികളിലും ഇവരുടെ സെന്ററുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും
പള്ളികളിൽ എന്താണ് മന്ത്രം? വഹാബി പള്ളിയത്തെ കാര്യമാണ് ഈ പറയണത്. വഹാബി പള്ളികളിൽ ചികിത്സക്ക്, മന്ത്രവാദ ചികിത്സക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞത്. അവരുടെ വീടുകളിൽ, പള്ളികളിൽ, സെന്ററുകളിൽ. എന്താ ഈ സെന്ററുകളിൽ കൊണ്ടുപോകണം? എന്താ ഇപ്പോ വിസ്ഡം ഗ്രൂപ്പിന്റെ സെന്ററിലേക്ക് മന്ത്രവാദ ചികിത്സക്ക് ഈ ഇദ്ദേഹത്തെ കൊണ്ടുപോകണ എന്തിനാ? KNM-കാരിൽ നിന്ന് കാവല് കിട്ടാൻ വേണ്ടിയിട്ട്. KNM-കാർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി. പള്ളികളിലേക്ക് എന്തിനാ കൊണ്ടുപോണത്? KNM-കാരോ അല്ലെങ്കിൽ മടവൂരികളോ പള്ളി പിടിച്ചടക്കുവോ എന്ന് പേടിച്ചിട്ട്. മന്ത്രവാദ ചികിത്സ പള്ളിയില്, വീടുകളിൽ. ആകെ കേരളം മുഴുവൻ മന്ത്രവാദിന്, കൊലപാതകങ്ങളുടെ കഥ വരെ പുറത്തു വരുന്നുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കേൾക്കാവുന്നതാണ്. വീടുകളിലും ചികിത്സിച്ചിട്ടുള്ളൂ. ഒന്നല്ല, 100 വീടുകളിൽ ചികിത്സിച്ചിട്ടുണ്ട്. എന്നെ മാറ്റി നിർത്തിയതിനു ശേഷവും ഈ വിസ്ഡമിലെ പല ഖത്തീബുമാരും പല പ്രഭാഷകന്മാരും അവരുടെ ഫാമിലി സഹിതം എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. കുടുംബവും കുട്ടികളും ഒന്നായിട്ടേ ചികിത്സക്ക്. അപ്പോ ഇത് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതിലുണ്ടായിരുന്നവർ പഠിപ്പിച്ചെന്ന വിഷയങ്ങൾ എത്രത്തോളം അപകടകരമായതാണെന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മുസ്ലിയാക്കന്മാര് തത്സമാത്തിന്റെ മറവിൽ, പിന്നെ ഈ ആത്മീയ ചികിത്സയുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൈകൃതമേറിയ പ്രവർത്തനങ്ങൾ ഇവര് നടത്തി, വീടുകളിൽ വെച്ച് നമ്മളെ നടത്തിച്ചു. അതിൽ നിന്ന് കൈയൊഴിയാൻ അവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അത് അവര് ഞാൻ പ്രഖ്യാപിച്ച പോലെ ഞങ്ങൾ പഠിപ്പിച്ചതും ഞങ്ങള് ഗവേഷണം നടത്തിയതും ഞങ്ങൾ ചെയ്യിപ്പിച്ചതും തെറ്റായി പോയി എന്ന് റബ്ബിന്റെ സാക്ഷി നിർത്തി ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് വഹാബി പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുകയും ചെയ്യണം. താങ്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ വഞ്ചന, ജനങ്ങളുടെ ഇടയിൽ തനി കാപ്പട്യം, ജനങ്ങളെ മുഴുവനും വഴിപഴപ്പിക്കുന്ന ഈ കാപ്പട്യത്തെ തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും അള്ളാഹു സംരക്ഷണവും നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ത്വൽസമാത്തിന്റെ പറവിൽ മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് പോലെനാ. ത്വൽസമാത്തിന്റെ പേരിൽ ഒരു മോലിയാരും ഒരു തട്ടിപ്പും ചെയ്യൂല. മുൻഗാമികളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, സൂഫിയാക്കളിൽ നിന്ന്, മഹത്തുക്കളിൽ നിന്ന് കൈമാറി വന്ന ചികിത്സയിൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട രീതിയിലുള്ള ചികിത്സ മാത്രമേ ത്വൽസമാത്തിന്റെ പേരിൽ നടക്കുള്ളൂ. പിന്നെ തലയെക്കെട്ടും കെട്ടിയിരുന്നിട്ട് അല്ലെങ്കിൽ തൊപ്പിയോ താടിയോ ഒക്കെ നീട്ടി വെച്ചിട്ട് ഒരുത്തൻ ഞാൻ മുസ്ലിയാരാന്നും പറഞ്ഞ് ഇരുന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും സുന്നികളുടെയും ഉസ്താദുമാരുടെയും മുസ്ലിയാമാരുടെയും പേരിൽ ഇടാൻ നിൽക്കണ്ട. നിങ്ങളെ പോലത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഇസ്ലാമിൽ അനുവദിച്ച ചികിത്സാ സംവിധാനവും രീതിയുണ്ട്. ആ രീതിയിലുള്ള ചികിത്സയാണ് സുന്നികൾ അന്നും ഇന്നും എന്നും നടത്തി വരുന്നത്. ആ മന്ത്രമാണ് സുന്നികൾ നടത്താറുള്ളത്. എന്തായാലും വഹാബി പ്രസ്ഥാനത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. അടുത്ത വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.